അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ മൊയ്യാണെങ്കിൽ ഇതുപോലെ പമ്മിയിട്ട് അവൻ്റെ റൂമിൻ്റെ അടുത്ത് പോയിട്ട് അവൻ ഉറങ്ങുന്നത് ഇതുപോലെ നോക്കി നിൽക്കുന്നുണ്ടാവും ഒരിക്കൽ. എന്നിട്ട് അവളാണെങ്കിൽ മനസ്സിൽ പറയൂ, ഇന്നൊരു ദിവസം മാത്രമല്ലേ ഇവൻ ഇവിടെ ഉണ്ടാവുള്ളൂ, ഇനി എനിക്ക് അവനെ കാണാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവൾ അവിടെ തന്നെ ഉറങ്ങുന്നുണ്ടാവുമായിരിക്കെ. പിറ്റേ ദിവസം രാവിലെ ആകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ കണി കാണുന്നത് തന്നെ നമ്മളെ മൊയ്യായിരിക്കെ. ഇതേ ടൈം മൊയ്ഞ്ഞിട്ട് അപ്പം രണ്ടാളെ എക്സ്പ്രഷൻ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അവനാണെങ്കിൽ ചോദിക്കും, നീ എന്താടി ഇവിടാന്ന് ചോദിക്കേ. അവള് അത് എനിക്കിങ്ങനെ രാത്രി ഉറക്കത്തിൽ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് നൈസായിട്ട് മുങ്ങും. മാത്രല്ല അവനാണെങ്കിൽ പല്ല് തേക്കുന്ന ടൈം അവളാണെങ്കിൽ ഹായ് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പോകുന്നുണ്ടാവേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളാണെങ്കിൽ അവളിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആയിട്ടുണ്ടാവുമായിരിക്കും. ഇതേ ടൈമായിരിക്കും TV നന്നാക്കാനാണെങ്കിൽ ഇവളൊരു അങ്കിള് വരുന്നുണ്ടാവും. അപ്പൊ അങ്കിളാണെങ്കിൽ ഇവനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഓ ഇത്ര ഹാൻസം ആയിട്ടുള്ളൊരു ബോയ് ഫ്രണ്ട് ആണല്ലേ നിനക്കില്ലേന്നൊക്കെ. അതേ ടൈം അവളാണെങ്കിൽ പറയും, ബോയ് ഫ്രണ്ട് ഒന്നല്ല റൂംമേറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിളിനോട് TV നന്നാക്കാൻ പറയും. ഈ ഒരു അങ്കിൾ ആണെങ്കിൽ പറയും, ഈ ഒരു TV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ട TV ആണ്, അത് മാത്രമല്ല പണ്ട് എപ്പോ ഉള്ള TV ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലത്തെ എന്തെല്ലാം പാർട്സ് ഇങ്ങനെ പോയിന്ന് എനിക്കറിയില്ല, എന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റൂല എന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും, അങ്കിൾ എങ്ങനെയെങ്കിലും നന്നാക്കി തന്നേ പറ്റുള്ളൂ, ഇത് അത്രക്ക് അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്ന ടൈം അങ്കിളാണെങ്കിൽ പറയും, എന്നാ പിന്നെ എനിക്കറിയുന്ന ഒരു ബ്രദർ ഉണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ആ ഒരു TV എടുത്തിട്ട് പുറത്തേക്ക് പുറത്തു പോകുന്ന ടൈം അങ്കിളാണെങ്കിൽ പറയുന്നുണ്ട്, അവർക്ക് ഏകദേശം 1/2 മാസം എടുക്കും ഇത് നന്നാക്കി കിട്ടേ, അതും നന്നാകുമെന്ന് തന്നെ അറിയില്ല, നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ ഓക്കെ അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിളിനെ പറഞ്ഞു വിടുന്നുണ്ട്. അവർക്ക് ഇവക്കാണെങ്കിൽ സന്തോഷല്ലേ, അത്ര ദിവസം ഇവനാണെങ്കിൽ ഇവിടെ വീട്ടിൽ നിൽക്കുമല്ലോ. അവളാണെങ്കിൽ പറയും, ആ ഒരു TV നന്നാകുന്നത് വരെ വേണമെങ്കിൽ നീ ഇവിടെ നിന്നോ, നിന്റെ കൈമില് പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് പറയാ. അതിന്റെ കളി കാണാൻ തന്നെ നല്ല രസമാണ്. അതേ ടൈം അവനാണെങ്കിൽ പറയും, ഈ ഒരു ടൈം ട്രാവല് ഭയങ്കര വേഗത്തിലായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്ന് പറയും. അവളാണെങ്കിൽ പറയും, അതാണോ, അതൊന്നും ഒരു കുഴപ്പമില്ല, നിനക്ക് ഞാനില്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് വാങ്ങി തരുമെന്ന് പറയും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടാവുമായിരിക്കെ. അങ്ങനെ എന്തല്ലോ വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങൾ മൊത്തം എടുത്തിട്ടതിന് ശേഷമായിരിക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവുക അവർ മെയിനായിട്ട് വന്നതേ ഡ്രസ്സ് വാങ്ങാനായിരിക്കും, അത് മാത്രം അവർ വാങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അവളാണെങ്കിൽ പറയും, നിനക്കെന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് എടുത്തിട്ട് വാ, ഞാൻ അപ്പത്തേക്ക് നിനക്ക് വേണ്ടിയിട്ടുള്ള ഫോണും കാർഡും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടും 2 വഴിക്ക് ഡിവൈഡ് ആകുന്നുണ്ടാവും. ഈ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പാവ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ലിങ്ങിന് വരിക. പക്ഷെങ്കിൽ അവൻ്റെ കൈമിൽ പൈസ ഇല്ലല്ലോ. അവനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ടെന്ന് പറയുന്ന ടൈം ക്യൂല് നിൽക്കുന്ന എല്ലാവരും അവനെ ചീത്ത പറയുക. അങ്ങനെ അവനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് കുറേ ടൈം വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കൂ, അവളെന്നെ മറന്നു പോയോന്നൊക്കെ വിചാരിക്കുന്ന. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഫോണ് വാങ്ങാൻ പോയതല്ലേ, പക്ഷെങ്കിൽ ആ ഒരു മാളിന്റെ മാനേജർ ആണെങ്കിൽ അവളെ ഫ്രണ്ട് ആയിരിക്കും. അപ്പൊ അവനാണെങ്കിൽ നീ ഇങ്ങനെ ഭയങ്കര ടയേർഡ് ആയിനല്ലോ, എന്നാ നിനക്കിങ്ങനെ ബോയ് ഫ്രണ്ട് ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അവക്ക് ഏതോ ഒരു സിറം ഇങ്ങനെ വാങ്ങിക്കോ, നിന്റെ സ്കിന്നിന് നല്ലതാന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവക്കാണെങ്കിൽ അവനെയും കാട്ടി വലുത് അവളെ സ്കിന്നാണല്ലോ, അവളെ സ്കിന്ന് നന്നായാലല്ലേ അവനെ വളക്കാൻ പറ്റുന്നുള്ള രീതിയിൽ അവളാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സാധനം നോക്കിയിട്ട് അവിടെ നിന്നിട്ട് ഇവന്റെ കാര്യേ മറന്നു പോകുന്നുണ്ടാവും. ഇടയ്ക്കായിരിക്കും ഞാൻ എന്തിനോ ഒന്നിനെ എവിടെയോ വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ട് അവളാണെങ്കിൽ അവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടുന്നുണ്ടാവുക. പെട്ടെന്നായിരിക്കും അവക്കാണെങ്കിൽ നമ്മളെ ചെക്കൻ്റെ കാര്യം ഓർമ്മ വരുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ചെറുപ്പത്തിലൊരു ബിറ്റ് കാണിക്കുന്നുണ്ട്, അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പോകാം. ആ ഒരു ബിറ്റിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണും ചെക്കനും ഇല്ലേ, പെണ്ണാണെങ്കിൽ നമ്മളെ ചെക്കനെ പണ്ട് തൊട്ടേ ബ്രദർ എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവനായിരിക്കും ഇവക്കാണെങ്കിൽ ഈ ഒരു കാർട്ടൂൺ ഡ്രോയിങ്ങോ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക. കാരണം അവനും ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമായിരിക്കും, അവനെ കൊണ്ടായിരിക്കും അവളും ഇത് പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു സീന് കഴിഞ്ഞിട്ട് പ്രസന്റിൽ നോക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ കമ്പനിയിൽ പോകുന്നതായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ഈ ഒരു ലിൻകുന്നിലെ അവളായിരിക്കുമല്ലോ ഇവരിപ്പോഴത്തെ ടീം ലീഡർ. അപ്പൊ അവളാണെങ്കിൽ പറയും, അടുത്ത ആഴ്ച നീ വരക്കേണ്ട പിക്ചേഴ്സ്
മൊത്തമല്ല മൊത്തമാണെങ്കിൽ നാളെ നീ വരക്കണോ എൻ്റെ ഒരു കഥ, നാളെ നീ വരച്ചിട്ട് എൻ്റെ മുന്നിൽ വെച്ച് തരണം എന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും എന്ത് ഒരാഴ്ച കൊണ്ട് വരക്കേണ്ട സംഭവം ഞാൻ എങ്ങനെ നാളെ വരച്ചിട്ട് വെക്കും, എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറയേ. അതേ ടൈം ലിൻകുനാണെങ്കിൽ പറയും നിന്നെക്കൊണ്ട് പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിലും അത് നിന്റെ പ്രോബ്ലം മാത്രമാണ്, കസ്റ്റമർ അടുത്ത് നീ തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോ നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിൻകുൻ അവിടുന്ന് പോകുകയും അതേ ടൈം കൊളീഗ് ആണെങ്കിൽ പറയൂ ഇത് ഉറപ്പായിട്ട് അവളെ നിനക്ക് പണി തന്നത്, അത് നമുക്ക് നമ്മളെ ബോസിനോട് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. അതേ ടൈം നമ്മളെ മോയി ആണെങ്കിൽ പറയൂ എനിക്ക് ആരോട് സംസാരിക്കേണ്ട, ഈ ഒരു പ്രോബ്ലം ഇല്ലേ അതിന് ഞാൻ തന്നെ പരിഹാരം കാണും, നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ ചെയ്ത് തീർത്തിരിക്കും എന്ന് പറയും. എങ്കിൽ വീട്ടിൽ പോയിട്ട് അവളാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല അതെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടാവും. യു ആണെങ്കിൽ വന്നിട്ട് ചോദിക്കും എന്നാ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയും നോക്കി ഇപ്പൊ തന്നെ 10 മണിയായി, എനിക്ക് 4 കൈ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു വർക്കൊന്നും എന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റൂല എന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും ഈ ഒരു ഡ്രോയിങ്ങിനെ കുറിച്ച് എനിക്ക് കുറച്ചെല്ലാം അറിയാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അവക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടാവുമായിരിക്കും. രണ്ടും കൂടിയിട്ട് ഓവർ ടൈമിൽ ഇരുന്നിട്ട് അവരാ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുന്നുണ്ടാവുമായിരിക്കും. പിറ്റേ ദിവസം അതുകൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡിലായിരിക്കും വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ അവളെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു പ്രസന്റേഷനിൽ ആ ഒരു ലിൻകുനിനെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ലിൻകുനിനെ പിന്നെ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവൂലല്ലോ, അവക്ക് കുശുമ്പാണല്ലോ. അതിന്റെ സന്തോഷത്തിൽ നമ്മൾ യു മോയു ആണെങ്കിൽ പുറത്തു പോയിട്ടിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അവർക്ക്. അതേ ടൈം അവളാണെങ്കിൽ അവന്റെ കൈ പിടിച്ചിട്ട് പറയും ഈ ഒരു കൈനെ കൊണ്ടുള്ള ആർട്ട് കൊണ്ടാണ് ഇന്ന് എന്റെ മാനം കാത്തു രക്ഷിച്ചത്, നീയില്ലേ ആ ഒരു ലിൻകുനിന്റെ ഫേസ് കാണണം എന്നൊക്കെ പറയുന്ന ടൈം ആയിരിക്കും. അവക്കാണെങ്കിൽ ഇവന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ എന്നുള്ളൊരു ബോധം വരും. അപ്പൊ അവനാണെങ്കിൽ അവളാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചിട്ട് ആ ഒരു കൈ വിടുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അവളാണെങ്കിൽ പറയൂ നീ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ചിത്രം വരക്കാൻ തുടങ്ങിയോ, പണ്ട് ചെറുപ്പത്തില് നീ ഏതെങ്കിലും ഒരു സുന്ദരി കൊച്ചിനെ ആരടുത്തെങ്കിലും രക്ഷപ്പെടുത്തിനോന്ന് ചോദിക്കൂ. അവനാണെങ്കിൽ എന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ ചോദിക്കും അപ്പൊ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും അങ്ങനെയൊന്നുമില്ല, അവളെന്റെ വീട്ടിന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് സങ്കടാവുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനെയും കൂട്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും നിനക്ക് ഇഷ്ടമുള്ള എന്തോ എടുത്തോന്ന് പറയും. അവരാണെങ്കിൽ ചോദിക്കും ശരിക്കോ ഇഷ്ടമുള്ള എന്തോ എടുക്കാന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ എടുത്തോന്നുള്ളൊരു ഭാവത്തിൽ നോക്കിയ സംഭവം മൂപ്പറ കൈമിൽ വലിയ പൈസയൊന്നും ഉണ്ടാവില്ല, എന്നാലും അഹങ്കാരത്തിന് കുറവുണ്ടാവില്ലേ. അങ്ങനെ അവനാണെങ്കിൽ വേറെ ഏതൊരു മൂലക്ക് പോയ ടൈം നമ്മളെ ചക്കയില്ലേ, ചക്കയാ തോന്നേ ഒരു ഇടിച്ചക്കേൻ്റെ ഒരു ലുക്ക് ഉണ്ട്, ആ ഒരു ചക്കയാണെങ്കിൽ അവിടെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയും ഇത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസ നോക്കുന്ന ടൈം വലിയ പൈസ ആയിരിക്കും. അപ്പൊ അവനാണെങ്കിൽ വന്നിട്ട് പറയും ഇത് വെയിറ്റ് ആയത് കൊണ്ടാണോ നീ എടുക്കാത്തത്, ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു ചക്ക എടുത്തിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ ഇതൊന്നും പറയാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. രണ്ടാളും പോയിട്ട് അതാണെങ്കിൽ ആസ്വദിച്ച് തിന്നുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ അവൻ്റെയും കൂടി വാങ്ങിയിട്ട് തിന്നുന്നുണ്ടാവുമായിരിക്കും. അത് ചക്കയൊന്നുമല്ല, എന്തോ ഒരു സാധനമാണ്, അതിൻ്റെ പേരൊന്നും എനിക്കും അറിയില്ലേ. അങ്ങനെ അതേ ടൈം അവക്കാണെങ്കിൽ ഒരു ഫോണ് വരും, നോക്കുമ്പോൾ എന്നായിരിക്കും ഇവിടെ റെൻറ്റില്ലേ അത് കൊടുക്കേണ്ടിയിട്ടുള്ളൊരു കോളായിരിക്കും. പക്ഷേ അവളെ കൈമിലാണെങ്കിൽ ഇപ്പോൾ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അവളാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു കോള് കട്ടാക്കിയിട്ട് അവനെ നോക്കിയിട്ടാണെങ്കിൽ പറയൂ നമുക്ക് ഈ ഒരു സാധനം തിരിച്ചു കൊടുത്താലോ എന്ന് പറയും. അതേ ടൈം ചെക്കനാണെങ്കിൽ അത് നോക്കുന്ന ടൈം അതാണെങ്കിലും മൊത്തം, അതായത് നമ്മുടെ ചക്കയാണെങ്കിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമായിരിക്കും. ഈ ദിവസം അവൾ ഓഫീസിൽ പോകുന്ന ടൈം എല്ലാവരും ആണെങ്കിൽ ഒരു ഫേസ് മാസ്ക് കണ്ടിട്ട് നിനക്ക് വേണോ നമ്മളെ പെണ്ണിനോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അതിന് കുറച്ച് പൈസ കുറവായിരിക്കും. പക്ഷെങ്കിൽ അവളെ കൈമിൽ ഇപ്പം ആണെങ്കിൽ ആ ഒരു ഫേസ് മാസ്ക് വരെ വാങ്ങാനുള്ള ഒരു പൈസ ഉണ്ടാവില്ല. അപ്പൊ അവളാണെങ്കിൽ പറയും എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അവൾ തടി തൊട്ടറാണെങ്കിൽ ഓരോ ടൈം ഓരോ സാധനങ്ങൾ വേണമെന്ന് ഇവളെടുത്ത് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അവക്കാണെങ്കിൽ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അവനെ ഇംപ്രസ് ചെയ്യേണ്ടിയിട്ട്, അതായത് നമ്മളെ യൂനെ ഇംപ്രസ് ചെയ്യേണ്ടിയിട്ട് എന്നും ഇവളെ കൈമിൽ പൈസ ഉണ്ടായാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവളാണെങ്കിൽ പറയും വേണ്ട, എനിക്കതൊന്നും വേണ്ടെന്ന് പറയൂ. അവളാണെങ്കിൽ ആ ഒരു സങ്കടത്തിൽ അവളെ ഒരു ബോസ് ഇല്ലേ, ഇവളെ സിസ്റ്റർ എന്നും പറയും, ഇവൾ അങ്ങനെയായിരിക്കും വിളിക്കുന്നുണ്ടാവുക. അവളെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയോ അത് അടുത്ത മാസത്തെ സാലറി ഈ മാസം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു സിസ്റ്റർ
സിസ്റ്റർ ആണെങ്കിൽ പറയും ഹേ അങ്ങനത്തെ ഒരു വഴിയുമില്ല, നമ്മളെ കമ്പനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്ന് പറയൂ. അതേ ടൈം അവളാണെങ്കിൽ ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മോയി പോകാൻ നോക്കുന്ന ടൈം ഈ ഒരു സിസ്റ്റർ ആണെങ്കിൽ പറയും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാന്നേ ഉള്ളൂ, ഞാൻ നിനക്ക് കുറച്ച് പൈസ കടമായിട്ട് തരാമെന്ന് പറയൂ. അപ്പം മോയി ആണെങ്കിൽ പറയും അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് പറയൂ. അതേ ടൈം സിസ്റ്റർ ആണെങ്കിൽ പറയും നീ നിന്റെ കാര്യങ്ങൾ കുറച്ച് നോക്ക്, ഞാൻ ഈ ഒരു പൈസ കടമായിട്ട് തരാം, നിന്റെ കയ്യിൽ എപ്പാണോ ഉള്ളത് അന്നേരം നീ എനിക്ക് തിരിച്ച് തന്നാൽ മതി എന്ന് പറയൂ. ഇത് കേൾക്കുന്ന ടൈം മോയ്ക്കാണെങ്കിൽ ഒരു 10,000 ചിക്കൻ തിന്ന ഒരു സന്തോഷമില്ലേ, ആ ഒരു സന്തോഷമായിരിക്കും, അവൾക്ക് ഭയങ്കര ഹാപ്പി ആകും. നമ്മൾ പറയലില്ലേ ഉണ്ടാകുമ്പോ എല്ലാം ഒപ്പരും ഉണ്ടാകുമെന്ന്. അതേ ടൈം നമ്മളെ പെണ്ണിനെ ആണെങ്കിൽ അവളൊരു ഫ്രണ്ട് ഇല്ലേ, അവനാണെങ്കിൽ ചെറിയൊരു സ്റ്റാർ ആയിരിക്കെ, അതായത് ഇങ്ങനെ അഡ്വർടൈസ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവനാണെങ്കിൽ പറയും എൻ്റെ അസിസ്റ്റന്റ് ഇങ്ങനെ ലീവാണ്, അതുകൊണ്ട് നീ എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാമെന്ന് പറയും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ശരിക്കും നീ എനിക്ക് പൈസ തരുക, എന്നാൽ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഒരാളെയും കൂടി കൂട്ടട്ടെ, അവനും കൂടി നീ ഇങ്ങനെ പൈസ കൊടുക്കുമെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ഫ്രണ്ട് സ്റ്റാർ ആണെങ്കിൽ പറയും ഹാ കൊടുക്കാന്ന് പറയും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു കോള് കട്ടിയിട്ട് നേരെ നമ്മളെ ചെക്കനെ വിളിക്കൂ. പക്ഷെങ്കിൽ യു ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ലേ, അവനാണെങ്കിൽ എന്തോ ഒരു പണി നോക്കണ്ടിട്ട് പോയിട്ടായിരിക്കും ഉണ്ടാവുക. അവനും ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയാലല്ലേ ഇവർക്ക് ഉണ്ടാക്കും ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവനാണെങ്കിൽ ഒരു സലൂണിലായിരിക്കും പോകുന്നുണ്ടാവുക. എന്നിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളോടാണെങ്കിൽ ചോദിക്കും ഇവിടെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ കുറച്ച് തരികിടിയാ തോന്നും. പെണ്ണുങ്ങളാണെങ്കിൽ പറയും ഹാ ഉണ്ട് അകത്തേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ആക്ഷൻ ആയിരിക്കും കളിക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ഭഗവാൻ ഇതിവിടെ സേഫ് ആണോ അല്ലേ എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. പെണ്ണുങ്ങളെ കളി കാണുന്ന ടൈം പെണ്ണുങ്ങൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നാ തോന്നുന്നത്. അപ്പൊ ആ ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ഇവനോട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയും. അതേ ടൈം ഇതുപോലത്തെ ഒരാളെ മുഖവും കാണിക്കുന്നുണ്ടാവും. ഒരിക്കൽ ഇയാളെ കണ്ട ടൈം എനിക്ക് ചെറിയൊരു പേടി വന്നു. ഇയാളെ കൈമെന്ന് നമ്മളെ ചെക്കനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളെ ചെക്കനാണെങ്കിൽ ഇയാളെ കൈമെന്ന് രക്ഷപ്പെട്ടോ ഇല്ലേന്നൊക്കെ അറിയേ മറക്കാണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത എപ്പിസോഡ് വേഗം തന്നെ ഇടാം. അപ്പം അധികം ഒന്നും പറയാണ്ട് ബൈ.